ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചത്. നവംബർ 6, 11 എന്നിങ്ങനെ 2 ഘട്ടമായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തവണ 3 ഘട്ടമായിട്ടായിരുന്നു. എന്നാൽ ഇത്തവണ കുറച്ചുകൂടി കാര്യങ്ങൾ ലളിതമാണ് എന്നതുകൊണ്ട് തന്നെ 2 ഘട്ടമായിട്ട് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അങ്ങനെ നവംബർ 6, 11 എന്നിങ്ങനെ 2 തീയതികളിലായിട്ട് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനാണ് തീരുമാനം. മൊത്തം 243 നിയമസഭാ മണ്ഡലങ്ങളാണ് ബീഹാറിലുള്ളത്. ഒന്നാം ഘട്ടത്തിൽ 121, രണ്ടാം ഘട്ടത്തിൽ 122 നിയമസഭാ മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി പാർട്ടികളെല്ലാം കൂടുതൽ ഊർജ്ജത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. കാരണം അവർക്ക് ഇനിയിപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉൾപ്പെടെ അധികം സമയം അവശേഷിക്കുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 17ആണ്. ഇന്ന് മുതൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച് തുടങ്ങാം. ഇന്നെന്ന് പറയുന്നത് ഒക്ടോബർ 10ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 7 ദിവസമുണ്ട്. ആ 7 ദിവസത്തിനകത്ത് ഒന്നാം ഘട്ടത്തിലെ 121 മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ പാർട്ടികൾക്കെല്ലാം തന്നെ പ്രഖ്യാപിക്കണം. അത് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും വളരെ ഊർജ്ജസ്വലമായിട്ട് അല്ലെങ്കിൽ വളരെ ധൃതിയോടുകൂടി തന്നെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള ചർച്ചകളിലേക്കൊക്കെ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഓരോ പാർട്ടികളും മുന്നണികളും പ്രബലമായ 2 മുന്നണികളാണ് അവിടെ മത്സരിക്കുന്നത്. ഒന്ന് ഇന്ത്യ സഖ്യമാണ്, അത് കോൺഗ്രസ്, RJD, ഒപ്പം തന്നെ ഈ പറയുന്ന ഇടതു പാർട്ടികളെല്ലാം ചേർന്ന സഖ്യമാണ്. മറുവശത്ത് BJP നേതൃത്വം നൽകുന്ന NDA, അവിടെ JDU ഉണ്ട്. മറ്റ് ചെറിയ പാർട്ടികൾ ചിരാഗ് പാസ്വാന്റെ LJP, ഒപ്പം തന്നെ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ഉൾപ്പെടെയുള്ള പാർട്ടികളുമുണ്ട്. അപ്പോൾ ഈ പാർട്ടികൾ ഒക്കെ തന്നെ അവരുടെ പ്രകടന പത്രികകളും ഒക്കെ തയ്യാറാക്കുന്ന ഒരു സമയമാണ്. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവരെല്ലാം ഇപ്പോൾ ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം നിലവിലെ പ്രതിപക്ഷ നേതാവും RJDയുടെ നേതാവും ഒപ്പം ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെടുന്ന നേതാവുമായ തേജസ്വി യാദവ്, അദ്ദേഹം പട്നയിലെ പാർട്ടിയുടെ ഈ ഒരു യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ആ യോഗത്തിൽ അദ്ദേഹം ചില തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അതായത് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുകയാണെങ്കിൽ, താൻ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ വരികയാണെങ്കിൽ വളരെ ക്രിയാത്മകമായ ചില പദ്ധതികൾ അവിടെ നടപ്പിലാക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിനുള്ള ചില ആലോചനകളൊക്കെയാണ് അവിടെ നടന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് ഈ പറയുന്ന അവിടുത്തെ ബീഹാറിൽ തൊഴിലില്ലായ്മ വളരെ അതിരൂക്ഷമാണ്. യുവാക്കളായവരൊക്കെ തന്നെയും തൊഴിലില്ലാതെ അലയുകയാണ്. അതുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളിലും ഒരു സർക്കാർ ജോലിക്കാരനെങ്കിലും ഉണ്ട്, ഒരു സർക്കാർ ജോലിയുള്ള ഒരാളെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു നീക്കം നടത്തും, അല്ലെങ്കിൽ അത്തരം ഒരു നിയമം കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു സർക്കാർ അധികാരം ഏറ്റുകഴിഞ്ഞാൽ, തന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരം ഏറ്റുകഴിഞ്ഞാൽ 20 ദിവസത്തിനകത്ത് ആ നിയമം കൊണ്ടുവരും. ഒപ്പം തന്നെ 20 മാസത്തിനകത്ത് അത് നടപ്പിലാക്കും. അതായത് അധികാരം സർക്കാർ രൂപീകരിച്ച് 20 മാസം പൂർത്തിയാകുമ്പോഴേക്കും സംസ്ഥാനത്ത് ഈ എന്താ പറയുക, സർക്കാർ ജോലി ഇല്ലാത്ത ഒരു കുടുംബം പോലും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുമെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ പറയുകയാണ്. അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ ഇത് തന്നെയാണ്. നിരവധി ആളുകളുണ്ട് ഇപ്പോൾ തൊഴിൽ ഇല്ലാതെ. ഈ പറയുന്ന കഴിഞ്ഞ ഏതാണ്ട് 10 വർഷമായിട്ട് അവിടെ NDA ഭരണമാണ്. ഈ 10 വർഷ കാലയളവിൽ ഒരു ആൾക്ക് പോലും അവിടെ ജോലി ഈ സർക്കാർ കൊടുത്തില്ല. 2015 തുടക്കത്തിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസും JDUവും RJDയും ഒക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യമാണ് അവിടെ ഭരണത്തിലുണ്ടായിരുന്നത്. ഭരണത്തിലേറിയത് അങ്ങനെയാണ് അവര്. ആ സമയത്ത് ആദ്യത്തെ തന്നെ 17 മാസക്കാലത്തോളം ഈ പറയുന്ന തേജസ്വി യാദവ് അവിടെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. നിതീഷ് കുമാർ ആയിരുന്നു മുഖ്യമന്ത്രി. അങ്ങനെ താൻ ഉപമുഖ്യമന്ത്രി ആയിരുന്ന ഒരു 17 മാസ കാലയളവ് കൊണ്ട് 5 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ തനിക്ക് സാധിച്ചു. ആ ഒരു ഉറപ്പ് തനിക്കുണ്ട്. ആ ഒരു എന്താ പറയുക, അത്തരമൊരു തീരുമാനം നടപ്പിലാക്കിയതിന്റെ ഒരു അനുഭവം തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ തനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേസമയം തന്നെ ഈ BJP നേതൃത്വം നൽകുന്ന സർക്കാർ കേന്ദ്രത്തിലാണെങ്കിലും അല്ലെങ്കിൽ സംസ്ഥാനത്താണെങ്കിലും തൊഴിലില്ലായ്മ വേതനം കൊടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് തൊഴിലില്ലായ്മ വേതനം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതല്ല സംസ്ഥാനത്തിന് വേണ്ടത്. ധാരാളം യുവാക്കളുണ്ട്, അവരെയൊക്കെ തന്നെ സംസ്ഥാനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി ലഭിക്കും എന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു നിയമം
കൊണ്ടുവരും, അത് നടപ്പിലാക്കുമെന്ന് അദ്ദേഹം, അതിനൊരു ഇച്ഛാശക്തി അത് ഉണ്ടാകും, ഈ തന്റെ സർക്കാർ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത്തരമൊരു ഉറപ്പ് കൊടുക്കുന്നത്. അതുപോലുള്ള മറ്റു പല വാഗ്ദാനങ്ങളും ഇങ്ങനെ അല്ലെങ്കിൽ പല പദ്ധതികളും നടപ്പിലാക്കാനായിട്ട് തേജസ്വി യാദവ് ആലോചിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രിക അല്ലെങ്കിൽ പാർട്ടികൾ ഓരോന്നും അവരുടെ പ്രകടന പത്രികകൾ തയ്യാറാക്കി പുറത്തിറക്കും. ആ പ്രകടന പത്രികയിൽ അക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് സൂചിപ്പിക്കും. എന്തായാലും ഈ ഒരു പ്രഖ്യാപനം ഇപ്പോൾ അവിടുത്തെ യുവാക്കളെ ഒന്നടങ്കം ആവേശഭരിതരാക്കിയിരിക്കുകയാണ്. അവരെ ആകർഷിക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ട് അത് മാറിയിട്ടുണ്ട്. കാരണം അവിടെ തൊഴിലില്ലായ്മ അത് രൂക്ഷമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ബീഹാറിലുള്ളത്. ആ സാഹചര്യത്തിൽ ഈ പറയുന്ന യുവതികളൊക്കെ തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം വരുമ്പോൾ അതിനെ വലിയ രീതിയിൽ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുകയാണ്. അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. കാരണം തേജസ്വി യാദവും ഒരു യുവാവായിട്ടുള്ള നേതാവാണ്. ഒരു യുവ നേതാവ് മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ തങ്ങളെ പരിഗണിക്കും, യുവാക്കളായിട്ടുള്ളവരെ പരിഗണിക്കും, അവർക്ക് ജോലി ഉറപ്പുവരുത്തും എന്നൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ അവരത് വിശ്വസിക്കുകയാണ്. മറുവശത്ത് പറയുന്ന പോലെ കഴിഞ്ഞ 8-9 വർഷമായിട്ട് BJPയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഭരിച്ചിട്ട് പോലും മതിയായ ആളുകൾക്ക്, യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. കേന്ദ്രത്തിൽ നമുക്കറിയാം ഏതാണ്ട് 11 വർഷത്തിലധികമായിട്ട് BJP സർക്കാർ ഭരിക്കുകയാണ്. എന്നാൽ അവിടെ രാജ്യത്ത് തന്നെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എത്രത്തോളം ആളുകൾക്ക് തൊഴിൽ കൊടുത്തു എന്ന് പറയാൻ അവർക്ക് കൃത്യമായിട്ട് കഴിയുന്നില്ല. അവർ അവകാശവാദം ഉന്നയിച്ചതുപോലെ അല്ലെങ്കിൽ അവർ പ്രഖ്യാപനം നടത്തിയതുപോലെ ഉള്ള ആളുകൾക്കൊന്നും തന്നെ അവിടെ ജോലി കൊടുക്കാൻ കേന്ദ്ര സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ബീഹാർ പോലൊരു സംസ്ഥാനത്ത് ഒരു നേതാവ് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത്. എന്തായാലും അത് വലിയ രീതിയിലൊരു ഗുണം RJDക്കും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിക്കും നൽകുമെന്ന് അത് വിലയിരുത്തപ്പെടുകയാണ്. ഒപ്പം തന്നെ മറുവശത്ത് BJPക്ക് വലിയ ശക്തമായ തിരിച്ചടിയായിട്ട് ഇത് മാറുന്നുണ്ട്. ഏത് രീതിയിൽ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തെ തടയണം എന്ന കാര്യത്തിൽ ഒരു യാതൊരു പിടിയുമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ BJPയും JDUവും ഒക്കെ തന്നെയുള്ളത്. JDUവിന്റെ നേതാവ് നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, അദ്ദേഹത്തോട് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു വിപ്രതിപത്തി ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ വികാരം അത് രൂക്ഷമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പല മേഖലകളിലും ഈ പറയുന്ന സർക്കാരിന്റെ ഒരു നിരീക്ഷണം എത്തുന്നില്ല. പല മേഖലകളും തകർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിതീഷ് കുമാറിനെതിരായിട്ടുള്ള BJPക്കെതിരായിട്ടുള്ള അവിടുത്തെ സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷം അലയടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊരു ബദൽ എന്നുള്ള നിലയിൽ മറുവശത്ത് ഒരു യുവ നേതാവ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ ഏത് രീതിയിൽ തടയിടണം എന്ന അങ്കലപ്പിലാണ് BJPയും JDUവും എല്ലാം ഉള്ളത്. നിതീഷ് കുമാറിന് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഒരു 5 വർഷം കൂടി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഒക്കെ തന്നെ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഒരു യുവ നേതാവ് ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങളുമായിട്ട് വരുമ്പോൾ ആ യുവ നേതാവിനൊപ്പം തന്നെ യുവാക്കൾ നിലയുറപ്പിക്കാനുള്ള ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവിടെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ വിലയിരുത്തുന്നത്. ഒപ്പം മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അവര് സീറ്റ് വിഭജന ചർച്ചകളും സ്ഥാനാർത്ഥി നിർണ്ണയം ഒക്കെ തന്നെ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് CPIMന്റെ നേതാക്കളൊക്കെ തന്നെ തേജസ്വി യാദവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ജനറൽ സെക്രട്ടറി MA ബേബി ഒപ്പം തന്നെ PB അംഗങ്ങളായ മലയാളി ആയ A വിജയരാഘവനൊപ്പം തന്നെ അശോക് ദാവ്ലെ എന്നിവരാണ് തേജസ്വി യാദവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഇടതുപക്ഷത്തിന് ഇത്തവണ കൂടുതൽ പ്രാതിനിധ്യം നൽകും അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പരിഗണന നൽകും എന്നാണ് തേജസ്വി യാദവ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 28 സീറ്റാണ് നൽകിയതെങ്കിൽ ഇത്തവണ കുറച്ചുകൂടി അധികം സീറ്റുകൾ നൽകുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. CPI-ML 24 സീറ്റ് വരെ കൊടുക്കാം, CPIക്ക് 8 സീറ്റും CPM-ന് 6 സീറ്റും വരെ കൊടുക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതിന് മുന്നണിയിലും ഒരു ധാരണയായിട്ടുണ്ട്. RJD ഏതാണ്ട് 130ഓളം സീറ്റുകളിൽ മത്സരിച്ചേക്കും. കോൺഗ്രസിന് 50 സീറ്റുകൾ വരെ ലഭിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ആ വിഷയത്തിലും ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ ഒരു ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. മറുവശത്ത് BJPക്ക് JDUവിനൊന്നും തന്നെ ആ രീതിയിലൊരു മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ബീഹാറിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട്.